നമസ്കാരം. രണ്ടു ദിവസമായി കോട്ടയം രാഷ്ട്രീയത്തിൽ കേരള കോൺഗ്രസുകാരുടെ കോമഡിയാണ് തരംഗമായിക്കൊണ്ടിരിക്കുന്നത്. ഒരു ചെറിയ ഹൗസിംഗ് സൊസൈറ്റിയിൽ തോറ്റതിന് അങ്ങ് കടന്ന് മൂങ്ങിക്കൊണ്ടിരിക്കുകയാണ് ഈ കേരള കോൺഗ്രസ്. അങ്ങനെ പറയരുത്, കേരള കോൺഗ്രസ് എന്ന് പറയരുത്, മാണിക്കാരെന്ന് പറയുന്നതാണ് ഇവർക്ക് ഏറ്റവും താല്പര്യം. കേരള കോൺഗ്രസ് എന്ന് പറയുന്നതിലും അന്തസ്സും അഭിമാനവും ആഭിജാത്യവും ഇവർക്കുള്ളത് മാണിക്കാർ എന്ന് പറയുന്നതാണ്. എന്താ അല്ലേ? മാണിക്കാർ പോലും മാണിക്കാർ കൊള്ളാം. ആ നല്ല മനുഷ്യൻ കെ എം മാണി സാർ എന്ന് പറയുന്ന ആ വലിയ മനുഷ്യൻ ജീവിച്ചിരുന്ന കാലം അത്രയും UDF-നൊപ്പമായിരുന്നു അദ്ദേഹത്തിന്റെ മനസ്സ്. ഇന്ന് അദ്ദേഹത്തിന്റെ മകൻ ജോസ് കെ മാണി, ആ വലിയ മനുഷ്യന്റെ മകനായ ജോസ് കെ മാണി, അദ്ദേഹം വിശ്വസിച്ചിരുന്ന, അദ്ദേഹം ഇഷ്ടപ്പെട്ടിരുന്ന ഒരു മുന്നണിയെ തള്ളിപ്പറഞ്ഞുകൊണ്ട് CPM-നൊപ്പം ഇടതുപക്ഷത്തിനൊപ്പം പോയി. ഒന്നുമൊട്ട് കിട്ടിയില്ല, തോറ്റു തുന്നം പാടിയതല്ലാണ്ട് ഒന്നുമൊട്ടും കിട്ടിയുമില്ല. എന്നിട്ടും പറയുന്നു മാണിക്കാർ. പാലായിലെ യഥാർത്ഥ മാണിക്കാർ ഇവന്മാരെ കണ്ടം പറപ്പിച്ചതാണ്. ഇവന്മാരെ ഇനി നീ ഒന്നും ഇവിടെ വേണ്ട എന്നും കൊണ്ട് പറപ്പിച്ചതാണ്. എന്നിട്ടും പറയുന്നു മാണിക്കാർ. നിങ്ങളല്ല യഥാർത്ഥ മാണിക്കാർ എന്ന് പാലാക്കാർ പറയുന്നു. പാലായിലെ ജനങ്ങൾ പറഞ്ഞു, ജോസ് കെ മാണി, നീ അടക്കമുള്ള നിന്റെ ആളുകൾ മാണിക്കാരല്ല, അതുകൊണ്ട് നിന്നെ ഞങ്ങൾ ജയിപ്പിക്കില്ല എന്ന് ജോസ് കെ മാണിയുടെ അല്ലെങ്കിൽ KM മാണി സാറിന്റെ പാലായിലെ ആളുകൾ പറഞ്ഞു. യഥാർത്ഥ മാണിക്കാരനെ, ജോസ് കെ മാണിയുടെ പിതാവായ ശ്രീ KM മാണി സാറിനെ ഇഷ്ടപ്പെട്ടിരുന്ന ആളുകൾ അത്രയും ജോസ് കെ മാണിയെ പറപ്പിച്ചിട്ട് അവിടെ മറ്റൊരാളെ വിജയിപ്പിച്ചിരിക്കുന്നു. അത് ഉൾക്കൊള്ളാൻ ഈ വ്യാജ മാണിക്കാർക്ക് കഴിയുന്നില്ല. ഒരു ഹൗസിംഗ് സൊസൈറ്റിയിൽ പാലായിലെ കടുത്തുരുത്തിയിലെ ഒരു ഹൗസിംഗ് സൊസൈറ്റിയിൽ ഈ പറഞ്ഞ വ്യാജ മാണിക്കാർ തോറ്റുപോയി കഴിഞ്ഞപ്പം അവിടുത്തെ UDF ഒരു പ്രകടനം നടത്തി. അതിൽ അവിടുത്തെ കോൺഗ്രസിന്റെ ഒരു നേതാവ് സുനു ജോർജ്, കോൺഗ്രസിന്റെ ജില്ലാ സെക്രട്ടറിയാണ് അദ്ദേഹം, ജോസ് കെ മാണിക്കെതിരെ രണ്ട് മുദ്രാവാക്യം വിളിച്ചു. അതങ്ങ് ഈ വ്യാജമാണിക്കാർക്ക് കൊള്ളുക മാത്രമല്ല, മുട്ടി തീ പിടിച്ചെന്ന് തന്നെ പറയാം. വ്യാജമാണിക്കാരുടെ ജില്ലാ സെക്രട്ടറി, ജില്ലാ പ്രസിഡന്റ് അടക്കമുള്ള ആളുകളാണ് അതിന് പകരം തിരിച്ച് തെറിവിളിക്കാൻ വേണ്ടി വന്നത്. ഞങ്ങളുടെ നേരെ പോരിന് വന്നാൽ ഒരു നാൾ നിങ്ങളും തെരുവിലിറങ്ങും, തെരുവിൽ തല്ലും കട്ടായം, ഓർത്തു കളിച്ചോ സൂക്ഷിച്ചോ. ആരാ പറയുന്നതറിയാമോ? മാണിക്കാരാ പറയുന്നേ. അതും ഞാൻ അന്വേഷിച്ചപ്പോൾ അറിഞ്ഞത് വെച്ചിട്ട് 2-3 ജില്ലകളിൽ നിന്നുള്ള ആളുകൾ തന്നെ കടുത്തുരുത്തിയിലേക്ക് വരേണ്ടി വന്നു. പത്തനംതിട്ടയിൽ നിന്നും ഇടുക്കിയിൽ നിന്നും ഒക്കെ വന്നു. എന്തെങ്കിലും ആട്ട് 19 പേരെ അവർ കൂട്ടി ഒരു പ്രകടനം നടത്താൻ അവര് തയ്യാറായി. അല്ലെങ്കിൽ അവരുടെ നിലനിൽപ്പിന്റെ പ്രശ്നമല്ലേ. അപ്പൊ അതിൻ്റെ അകത്തൊരു കൊച്ചു വ്യാജമാണിക്കാരനുണ്ടായിരുന്നു. ലെവന്റെ മുദ്രാവാക്യം വിളിയൊക്കെ അങ്ങ് വലിയ വ്യാജമാണിക്കാർക്ക് അങ്ങ് ഇഷ്ടപ്പെട്ടു പോയി. അപ്പൊ ആവേശത്തിൽ വിളിച്ചു വന്നപ്പം ഈ കോൺഗ്രസിന്റെ ജില്ലാ സെക്രട്ടറി സുനു ജോർജിനെ തെറി വിളിക്കുന്ന ഒരു ഭാഗം വന്നു. അറബൻ ബാങ്കിനെ കട്ടുമുടിച്ച ആ ഭാഗം വന്നപ്പോഴത്തേന് ഇവരുടെ വലിയ 2 നേതാക്കന്മാർ പെട്ടെന്ന് തടഞ്ഞു ഈ കൊച്ചു വ്യാജമാണിക്കാരനെ. മിണ്ടായിടാ കേട്ടാ, ഈ ആരും വിളിക്കുന്ന നിനക്കറിയാവോ? മിണ്ടായിടാ സെക്രട്ടറി ഒന്ന് പറഞ്ഞു കൊടുത്തേ. സുനു ജോർജിനെ തെറി വിളിച്ചപ്പം തടഞ്ഞു. അതെന്തിനാണ്? എന്താ ഈ നേതാക്കന്മാർക്ക് സുനു ജോർജിനെ ഭയമാണ്? അതുമാത്രമല്ല, ആ വീഡിയോ കാണുന്നവർ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കുറച്ച് ഭാഗങ്ങളുണ്ട്. അത് ഞാൻ എടുത്ത് കാണിക്കാം. UDF-നെയും കോൺഗ്രസിനെയും തെറി പറയുന്ന സാഹചര്യം വന്നപ്പോൾ അതിൻ്റെ അകത്ത് ജില്ലാ പഞ്ചായത്ത് മെമ്പർ ആയിട്ടുള്ള, ഞാൻ അദ്ദേഹത്തിന്റെ പേര് പരാമർശിക്കുന്നില്ല, നിങ്ങൾക്ക് കാണുമ്പോൾ അറിയാം, ജില്ലാ പഞ്ചായത്ത് മെമ്പർ ആയിട്ടുള്ള വ്യക്തി
UDF-നെയും കോൺഗ്രസിനെയും എതിരെയുള്ള മുദ്രാവാക്യങ്ങൾ വിളിക്കാൻ തയ്യാറായിട്ടില്ല. ആരാ പറയുന്നതറിയാമോ? മാണിക്കാരാ പറയുന്നേ. വെറുതെ ഞങ്ങൾ പറയാറില്ല. പറഞ്ഞതൊക്കെ ചെയ്തിരിക്കും. വോട്ട് കളിച്ചോ സൂക്ഷിച്ചോ. തെരുവിൽ തല്ലും. വോട്ട് കളിച്ചോ സൂക്ഷിച്ചോ. ഏതവരാണ് കോൺഗ്രസ്? UDF-നെയും കോൺഗ്രസിനെയുമാണ് തെറി വിളിക്കുന്നത്. ഞാനങ്ങ് മിണ്ടായിരുന്നേക്കാം. MLA തെറി വിളിക്കുന്നു, ഞാനും വിളിച്ചേക്കാം. അമേരിക്കൻ MLA രാജിവെക്കൂ പുറത്തു പോകും. ആളൊരു മാന്യനാണെന്ന് തോന്നുന്നു. ഇനി അങ്ങനെ വല്ല വോട്ടുകളോ കിട്ടിയിട്ടുണ്ടോ, അല്ലെ കിട്ടുമോ, നാളെ മത്സരിച്ചാൽ ജയിക്കണമല്ലോ, അല്ലെങ്കിൽ നാളെ ജോസ് കെ മാണിയുടെ സ്വഭാവം ഇങ്ങനല്ലേ, നാളെ ഇനി UDF-ലേക്ക് ചെല്ലുമ്പോൾ തന്നെ താനും തെറി വിളിച്ച് അല്ലോട് ഒന്ന് ചോദിച്ചാൽ മറുപടി ഇല്ലാണ്ടായി പോകാതിരിക്കാൻ വേണ്ടി UDF-നെയും കോൺഗ്രസിനെയും തെറി വിളിക്കുന്ന സാഹചര്യം വരുമ്പോൾ മൗനം പാലിച്ചു. ജില്ലാ പഞ്ചായത്ത് മെമ്പറായിരുന്നു അദ്ദേഹത്തിന് തൊട്ട് അരികിൽ നിൽക്കുന്ന ആ വ്യക്തിയും മൗനം പാലിച്ചു. ആ വീഡിയോയുടെ ആ ഭാഗങ്ങൾ ഞാൻ കൃത്യമായി ഇതിനോടൊപ്പം തന്നെ ചേർക്കാം. പുറകിൽ നിന്ന് മുദ്രാവാക്യം വിളിച്ചു കൊടുത്തിരുന്ന കൊച്ചു വ്യാജമാണിക്കാരൻ അത് ശ്രദ്ധിച്ചില്ലെന്ന് തോന്നുന്നു. പക്ഷെ പിന്നീട് വീഡിയോ കണ്ടപ്പം അയാൾക്കും മനസ്സിലായി. ചാനലുകളിൽ എല്ലാം ഇത് വലിയ വാർത്തയായി വന്നു. അതിൻ്റെ അടിയിലെല്ലാം കമന്റും കാര്യങ്ങളും ഒക്കെ വന്നു. സത്യം പറഞ്ഞാൽ ഒരുപാട് വ്യാജമാണിക്കാരെ കണ്ടു. ശരിക്കും ഇവന്മാരൊക്കെ വ്യാജന്മാരായിരുന്നു. ഒരൊറ്റ ഒറിജിനൽ അക്കൗണ്ട് പോലുമില്ല, എല്ലാം ഫേക്ക് ഐഡികളാണ്. ഫേക്ക് ഐഡികളിൽ കൂടിയാണ് ഈ വ്യാജമാണിക്കാരുടെ വ്യാജ പ്രചരണങ്ങൾ മുഴുവൻ. എന്തായാലും ശരി, ഈ ജോസ് കെ മാണിയെതിരെ മുദ്രാവാക്യം വിളിച്ചവരെ തെറി വിളിക്കാൻ വേണ്ടി പല സ്ഥലങ്ങളിൽ നിന്നും കടുത്തുരുത്തിയിൽ ഒത്തുചേർന്ന വ്യാജമാണിക്കാര് അവിടുത്തെ കോൺഗ്രസിന്റെ പ്രധാന നേതാവിനെ തെറി വിളിച്ചപ്പോൾ പെട്ടെന്ന് തടഞ്ഞു. അപ്പൊ അവന്മാർക്ക് പേടിയുണ്ട്. ആണമില്ലേ വ്യാജന്മാരെ നിങ്ങൾക്ക്? ഇത്തരം ഈ നാട്ടുകാരുടെ മുന്നിൽ വന്നിങ്ങനെ സ്വയം അപഹാസ്യരാവേണ്ട ആവശ്യമുണ്ടോ? സ്വന്തം നേതാവ് നാളെ UDF-ൽ ചേരുമെന്ന ഭയം കൊണ്ടായിരിക്കും നിങ്ങളുടെ കൂട്ടത്തിലുള്ള ആളുകൾ പോലും UDF-നെ തെറി വിളിക്കാനോ കോൺഗ്രസിനെ തെറി വിളിക്കാനോ തയ്യാറാവാതിരുന്നത്. അത് ആ വീഡിയോ കണ്ട എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ട്. ഇന്ന് LDF, നാളെ UDF, വീണ്ടും നാളെ LDF, UDF, അങ്ങനെ മാറി മാറി വരുന്ന ജോസ് കെ മാണിക്ക് നാളെ എന്താവും അവസ്ഥയെന്ന് അവർക്ക് തന്നെ ഉറപ്പില്ല. അതുകൊണ്ടാണ് അവര് അതിന് തയ്യാറാവാതിരുന്നത്. എന്തായാലും ശരി, ഒരു ഹൗസിംഗ് സൊസൈറ്റി തോറ്റപ്പോൾ ഇത്രയധികം പൊള്ളി. അപ്പോൾ പൊള്ളിക്കഴിഞ്ഞപ്പോൾ മരുന്ന് പുരട്ടുന്നത് പോലെ ഏതെങ്കിലും നാട്ടിൽ നിന്ന് കുറച്ചു പേരെ വിളിച്ചു കൊണ്ടുവന്ന് തെറി പറഞ്ഞു. അതുകൊണ്ട് സമാധാനമാകുമെന്ന് വിചാരിച്ച, പക്ഷെ ഇതിപ്പോ നേരെ ബഹിരാകാശത്തേക്ക് പോയിരിക്കുകയാണ് ജോസ് കെ മാണി. എന്താ അല്ലേ ഓരോരോ അവസ്ഥകളെ. സഹതപിക്കുക അല്ലാണ്ട് വേറെ നിവൃത്തി ഒന്നും തന്നെ ഇല്ല. വ്യാജമാണിക്കാരെ, നന്ദി, നമസ്കാരം.